മാസത്തെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് റമളാനു ശഹ്റു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ മാസമാണ് റമളാൻ. അവിടെയും നമ്മൾ മനസ്സിലാക്കണം ഈ ഉമ്മത്തിനെ അല്ലാഹുവിന്റെ ഹബീബ് എത്രത്തോളം ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്ന്. ഏത് ഉമ്മത്തിനെ? നിസ്കാരത്തിന് വില കൽപ്പിക്കാത്ത, ഹറാമും ഹലാലും വേർതിരിച്ച് മനസ്സിലാക്കി ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് കാണിക്കാത്ത, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ധിക്കരിക്കാൻ മാത്രം മനസ്സ് കാണിക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധമായ റമളാനു ശരീഫിനെ അല്ലാഹുവിന്റെ ഹബീബ് സംവിധാനിച്ചത്. അതുകൊണ്ടാണല്ലോ റമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിന്റെ മാസമാണ്. എന്നാൽ ഈ റമളാൻ നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ റമളാനിന്റെ സ്ഥാനവും മഹത്വവും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. എന്നാലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇദാ ഹല്ല ഹിലാൽ റമളാൻ, റമളാനിന്റെ പൊന്നമ്പുളി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയം ചെയ്താൽ അല്ലാഹുവിന്റെ അർശും അല്ലാഹുവിന്റെ കുർസിയും എല്ലാം ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ അട്ടഹസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അൽ മലായിക, അല്ലാഹുവിന്റെ കോടാനുകോടി മലായികത്തുകൾ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല വമാ ദൂനഹും, ഈ ആകാശ ലോകങ്ങൾ മാത്രമല്ല, മലക്കുകൾ മാത്രമല്ല, ഇവകളല്ലാത്തവയും അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമായ റമളാനു ശരീഫ് വന്നാൽ അവരിങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? തൂബാ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സമുദായമേ നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതമെന്ന്. അഥവാ മുത്തുനബി അല്ലാത്ത ഏകദേശം 1,24,999 വരുന്ന പ്രവാചകന്മാരുണ്ടെങ്കിലും ആ പ്രവാചകന്മാരുടെ സമുദായത്തിനൊന്നും ലഭിക്കാത്ത പവിത്രതയാണ് റമളാനു ശരീഫ് വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാവരും അതിൽ സന്തോഷിക്കുന്നത്. റമളാനിന്റെ പൊന്നമ്പളി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദിച്ചു കഴിഞ്ഞാൽ, റമളാനിന്റെ മാസപ്പിറവി കണ്ടാൽ അല്ലാഹുവിന്റെ അർശ് പോലും വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ കുർസി പോലും വിളിച്ചു പറയുന്നുണ്ട്. മാത്രമല്ല അനന്തകോടി മലായികത്തുകളും വിളിച്ചു പറയുകയാണ്, റസൂലുള്ളാഹിന്റെ സമുദായമേ നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം. എന്തേ അവരിങ്ങനെ സ്വാഗതം പറയാനുള്ള കാരണം? ബിമാ ഇൻദല്ലാഹി തആല ലഹും മിനൽ കറാമ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ ഈ മാസത്തിലുള്ള ശ്രേഷ്ഠത ചില്ലറയല്ല. അത്രത്തോളം വലിയ ആദരവും അത്രത്തോളം വലിയ ബഹുമാനവുമാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ഈ മാസത്തിലുള്ളത്. മാത്രവുമല്ല, അവസാനിക്കുന്നില്ല. ഈ റസൂലുള്ളാഹിന്റെ സമുദായമാകുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി അല്ലാഹുവിന്റെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പക്ഷികളും അതുപോലെ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ എല്ലാം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. നമുക്ക് റമളാനിനെ മനസ്സിലാക്കാൻ പറ്റാത്തതുള്ളൂ. പക്ഷേ ഈ റമളാനു ശരീഫ് വന്നാൽ സൂര്യനും ചന്ദ്രനും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുകയാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളാണെന്ന് നമ്മുടെ പാപങ്ങൾ പൊറുക്കണേ എന്ന് സൂര്യനും ചന്ദ്രനും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. വൽ കവാകിബു, ആകാശ ലോകത്ത് വിരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. വത്തുയൂറു ഫിൽ ഹവാ, അന്തരീക്ഷത്തിലൂടെ പറന്നു നീങ്ങുന്ന പറവകൾ പോലും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. വസ്സമഖു ഫിൽ മാ, വെള്ളത്തിലൂടെ ഊരിയിടുന്ന മത്സ്യങ്ങളും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. അതുപോലെ ഭൂമുഖത്ത് ജീവനുള്ള എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ അവകൾ മുഴുവനും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അവര് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ തെറ്റ് ചെയ്തവരാണ്, തെറ്റ് വന്നുപോയവരാണ്. പാപങ്ങളായ അടിയങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ചോദിക്കുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകളും വെള്ളത്തിലൂടെ ഊരിയിടുന്ന മത്സ്യങ്ങളും ഭൂമുഖത്ത് എന്തൊക്കെ ജീവനുള്ള ജീവജാലങ്ങളുണ്ടോ അവകൾ മുഴുവനും പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഫിൽ ലൈലി വന്നഹാർ, രാവ് പകൽ
പരിശുദ്ധ മാസം നമുക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഹബീബീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും വലിയ പവിത്രതയാണ് നമുക്ക് വേണ്ടി നൽകുന്നത്. മാത്രമല്ല, ഈ വിധത്തിൽ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമുക്ക് വേണ്ടി പൊറുക്കുമ്പോഴും നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാത്തൊരു വിഭാഗമുണ്ട്. പിശാച് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയില്ല. പിശാച് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാനല്ലല്ലോ, നമ്മൾ പൊറുക്കലിനെ തേടുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നയാളാണ് പിശാച്. ഈ പിശാച് ഒഴികെയുള്ള ബാക്കി എല്ലാവരും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു എന്നറിയോ? ഈ സൃഷ്ടിചരാചരങ്ങളെല്ലാം നമ്മുടെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ സുബ്ഹിയാകുമ്പോഴേക്കും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുകയാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ്. ആ പ്രഭാതമാകുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പൊറുക്കുന്നതാണ്. അല്ലാഹുവേ, പാപങ്ങളൊക്കെ പുറത്ത് പരിശുദ്ധമായ റമളാൻ ശരീഫ് ഞങ്ങളിൽ നിന്ന് വിട പറയുമ്പോഴേക്ക് ഒരു ഉമ്മ പ്രസവിച്ച കൽബിന്റെ പരിശുദ്ധി പോലെ ഞങ്ങളെ കൽബിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശുദ്ധീകരിക്കണേ അല്ലാഹ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മലക്കുകളൊക്കെ നമുക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. അങ്ങനെയുള്ള മലായികത്തുകളെ വിളിച്ചുകൊണ്ടെന്ന് പറയുകയാണ്, ഇജഅലൂ സ്വലാത്തകും വ തസ്ബീഹകും, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, അതുപോലെ നിങ്ങളുടെ നിസ്കാരങ്ങൾ, അതുപോലെ നിങ്ങളുടെ തസ്ബീഹുകൾ, നിങ്ങളുടെ അദ്കാറുകൾ, ഔറാദുകൾ എന്തെല്ലാം റമളാൻ ശരീഫിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അവകളുടെ പ്രതിഫലം മുഴുവനും നിങ്ങൾ കൊടുക്കേണ്ടത് ലിഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവകളെല്ലാം റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് നൽകണേ. അപ്പോ ഇത്രയും വലിയ പവിത്രതയും പരിശുദ്ധതയും ഉള്ള ഈ മാസത്തിൽ അല്ലാഹുവിന്റെ അനന്തകോടി മലായികത്തുകളും സൃഷ്ടിചരാചരങ്ങളും എല്ലാം നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. എന്നിട്ട് ഈ മലായികത്തുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു നേരിട്ട് പറയുകയാണ്, നിങ്ങളുടെ റമളാൻ ശരീഫിൽ നിങ്ങൾ ചെയ്യുന്ന നിസ്കാരങ്ങളും നിങ്ങളുടെ സ്വലാത്തുകളും അതുപോലെ നിങ്ങളുടെ അദ്കാറുകൾ, ഔറാദുകൾ എന്തെല്ലാം ഇബാദത്തുകൾ ഉണ്ടോ അവകളുടെയൊക്കെ പ്രതിഫലം റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് നൽകണേ. നമുക്ക് വേണ്ടി നൽകാൻ വേണ്ടി മലക്കുകളോടൊന്ന് ആവശ്യപ്പെടുക. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി എന്നത് കൊണ്ട് നമുക്ക് കിട്ടിയ നേട്ടമാണ്. അത് തന്നെ എല്ലയോ പരിശുദ്ധമായ ഖുർആനും പറഞ്ഞത്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങൾ അവരിൽ ഉണ്ടായത് കൊണ്ട് അവരെ ശിക്ഷിക്കാൻ സാധ്യമല്ല എന്നാണ്. മറ്റ് പ്രവാചകന്മാരുടെ സമുദായത്തിൽ പലരെയും, അഥവാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ വെള്ളപ്പൊക്കത്തിലൂടെ, അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ സമുദായത്തെ കൊടുങ്കാറ്റിലൂടെ ഭൂമി അടിമേലെ മറിച്ചുകൊണ്ട് ജഅൽനാ ആലിയഹാ സാഫിലഹ എന്ന് പറഞ്ഞ് പല രീതിയിൽ പല പ്രവാചകന്മാരുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചപ്പോഴും റസൂലുള്ളാഹിന്റെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചിട്ടില്ല. അതിന്റെ കാരണവും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങൾ അവരിൽ ഉണ്ടായതുകൊണ്ട് അവരെ നമുക്ക് ശിക്ഷിക്കാൻ സാധ്യമല്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തായി എന്നത് വലിയ ശ്രേഷ്ഠതയാണ്. അതിനേക്കാളും വലിയൊരു സൗഭാഗ്യം നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേറെ ഇല്ല. അത്രത്തോളം വലിയ മഹത്വമാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി എന്നതിന്റെ മേൽ. മാത്രമല്ല, ആ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു മലക്കുകൾ റമദാനിൽ ചെയ്യുന്ന എല്ലാ പ്രതിഫലത്തെയും നമുക്ക് വാങ്ങിത്തരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം ചെയ്തവരിൽ നമ്മളെ പെടുത്തട്ടെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, റമദാൻ ശരീഫ് എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്തണം, അതല്ലെങ്കിൽ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നവർക്ക് അവസാന വാക്കാണ് റമദാൻ. എത്ര വലിയ തമ്മാടിയാണെങ്കിലും എത്ര വലിയ പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ശരീരത്തോട് ധിക്കാരം ചെയ്ത അടിമകളെ വിളിച്ചുകൊണ്ട്, അഥവാ ഹറാമുകൾ
ചെയ്ത, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച, മുത്തനബിയുടെ സുന്നത്തിനെ കാറ്റിൽ പറത്തിയ ആളുകൾ, അവരെ കുറിച്ച് അവരോട് ഖുർആൻ പറയുന്നുണ്ട്, ലാ തഖനതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകല്ലേ. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിരാശരാകേണ്ട. കാരണം അല്ലാഹുവിന്റെ റഹ്മത്ത് ഏത് സമയത്തും നമുക്ക് ലഭിച്ചേക്കാമെന്നാണ്. അഥവാ എത്ര വലിയ തെറ്റ് ചെയ്തവനക്കും അഭയം റബ്ബിലുണ്ട് എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഏറ്റവും ഉപയോഗപ്പെടുത്താൻ പറ്റിയ സാഹചര്യമാണ് പുണ്യ റമദാൻ ശരീഫ്. അല്ലാഹുവേ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റമദാൻ പ്രതികൂലമായി സാക്ഷി പറയുന്ന നിർഭാഗ്യവാന്മാരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ ഓരോ സുഹൃതങ്ങൾക്കും എണ്ണമറ്റ പ്രതിഫലമാണ്. ഓരോ സുഹൃതങ്ങൾക്കും അത് എന്താണെങ്കിലും വലിയ പ്രതിഫലമാണ്. റമദാൻ അല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന നന്മയാണെങ്കിലും അത് റമദാനിൽ എത്തുമ്പോൾ റമദാനിലായി എന്നത് കൊണ്ട് തന്നെ അതിന് പവിത്രതയേറുകയാണ്. മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണുന്നില്ലേ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമദാൻ, ഒരാൾ ഇൽമിന്റെ മജ്ലിസിൽ റമദാൻ ശരീഫിൽ പങ്കെടുത്താൽ, ഇൽമിന്റെ മജ്ലിസിൽ റമദാൻ ശരീഫിൽ പ്രത്യേകിച്ച് ഒരാൾ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ, കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സന. നമ്മൾ ഇതിലേക്ക് നടന്നു വരുമ്പോ ഒരു കാലിന്റെ ചവിട്ടടിക്ക് ഒരു വർഷം മുഴുവനും ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അപ്പോൾ 100 ചവിട്ടടി വെച്ചിട്ടാണ് നമ്മൾ ഈ മജ്ലിസിലെത്തിയതെങ്കിൽ 100 കൊല്ലത്ത് അഥവാ നമ്മുടെ ആയുസ്സിനേക്കാളും മേലെ ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം ഹബീബായ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്. അല്ലാഹുവേ ആ വിഭാഗത്തിൽ പാവങ്ങളായ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മാത്രമല്ല ഒരു കാലിന്റെ ചവിട്ടടിക്ക് ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം തരുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് അവരെന്റെ കൂടെയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇൽമിന്റെ മജ്ലിസിൽ ഒന്ന് വന്നിരുന്നാൽ വിളിച്ചു പോയാൽ മതി, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാം, അർശിന്റെ താഴെ എന്റെ കൂടെയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്ത് എന്തിനാണോ സങ്കടപ്പെട്ടത് ആ സംഗതി അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യാം. സ്വഹാബത്ത് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞവർ പോലും അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്, നബിയെ സ്വർഗത്തിലായിരിക്കും ശരിയാണ്, പക്ഷെ അങ്ങ് ജന്നത്തുൽ ഫിർദൗസിലായിരിക്കുമല്ലോ, ഞാൻ എവിടെയായിരിക്കുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല, അവിടെ എനിക്ക് ഹബീബായ തങ്ങളെ കാണാൻ പറ്റില്ലയോ. നമ്മൾ ചിന്തിക്കണതോ സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും ഒരു തള്ളവരിൽ കുത്തി നിൽക്കാനുള്ള സ്ഥലങ്ങളിൽ കിട്ടിയാൽ മതി നമുക്ക് ചിന്തിക്കണം. പക്ഷേ സ്വഹാബത്ത് ചിന്തിച്ചത് അങ്ങനല്ല. അവിടെയും ഹബീബായ മുത്തനബിയുടെ പൂനിലാവ് പെയ്യുന്ന പൂർണ്ണചന്ദ്രന്റെ ശോഭ പോലെ തിളങ്ങുന്ന പൂമുഖം കാണണമെന്ന് ആഗ്രഹിച്ചവരാണ് സ്വഹാബത്ത്. അല്ലാഹുവേ അതിന് ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പോൾ ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നു വരുമ്പോ ഒരു ചവിട്ടടിക്ക് ഒരു കൊല്ലത്തെ ഇബാദത്ത് ഇടതടവില്ലാതെ ഒരു കൊല്ലം ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലമാണ് അവൻ എന്റെ കൂടെ അർശിന്റെ താഴെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രവുമല്ല അതുപോലെ റമദാൻ ശരീഫിൽ ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മൾക്കൊരു ചിന്താഗതിയുണ്ട്, ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നത് അത് ആണുങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നൊരു ചിന്താഗതി കൊണ്ടുവരുമ്പോൾ അങ്ങനല്ല. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാം, അതിന് യാതൊരു തടസ്സമില്ല. പക്ഷെ എന്തെങ്കിലും ഒരാൾ അമ്മിമലയിക്കാരും ഒരാൾ തിരുമുറ കല്ലുമലയിക്കാരും ഒരാൾ വീട്ടിന്റെ ചട്ടിന്റെ മുമ്പിൽ വയ്ക്കാറും പിന്നെ എങ്ങനെ ജമാഅത്ത്. അപ്പൊ ജമാഅത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ ഭർത്താക്കന്മാരെ ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടു. ഞാനത് പറഞ്ഞപ്പോ ഒരു കാര്യം ഉറച്ചാണ്. ഇപ്പൊ തറാവീഹിന്റെ പേരൊക്കെ പറഞ്ഞ നമ്മളെ കുട്ടികൾ പള്ളിയിലേക്കെന്ന് പറഞ്ഞ് വീട്ടുന്നൊക്കെ പോകും. അതൊക്കെ പരമാവധി വീട്ടിലേക്ക് പള്ളിയിലേക്ക് എത്തുന്നുണ്ടോ എന്നും തുടക്കം മുതൽ ഒടുക്കം വരെ പള്ളിയിൽ തന്നെ ഉണ്ട് എന്നും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം.
എന്ന് വിചാരിച്ച് പറഞ്ഞേക്കണ്ട എന്നല്ല, പറഞ്ഞേക്കണം. നോക്കാൻ ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ അയൽവാസികളോ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. സാഹചര്യം വളരെ മോശമാണ്, അതുകൊണ്ടാണ്. അപ്പോ ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു റക്അത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു പട്ടണം തന്നെ വാഗ്ദാനം ചെയ്യുകയാണ്. എങ്ങനെയുള്ള പട്ടണം എന്നറിയോ? തംലഉ മിൻ നിഅമില്ലാഹ്, അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളുമുള്ള, എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു പട്ടണത്തെ തന്നെ അല്ലാഹു ഒരു റക്അത്തിന് പകരം നൽകുന്നതാണ്. നമ്മൾ അങ്ങാടി ഏതാണ്? ഗോതമ്പ് അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മളങ്ങാടി. നമ്മളങ്ങാടി പോയാലും ഇപ്പൊ നമുക്ക് വിചാരിച്ച മായിരുന്ന വസ്തുക്കളൊന്നും ചിലപ്പോൾ വാങ്ങാൻ പറ്റില്ല. നമ്മൾ വേഗം ചെയ്യും തിരൂരിലേക്ക് വണ്ടി കയറും. എന്തുകൊണ്ട്? തിരൂരിൽ പോയാൽ കിട്ടാത്തൊരു സാധനം ഇല്ല എന്നൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ എന്നതുപോലെ ഒരു സാധനവും കിട്ടാതിരിക്കൂല. അള്ളാഹു ഈ തരുന്ന ഈ പട്ടണത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു പട്ടണം തന്നെ ഒരു റക്അത്തിന് അല്ലാഹു നൽകുമ്പോ, ഒരു ദിവസത്തിൽ ഒരു ഭക്ത നിസ്കരിച്ചാൽ 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ 4 പട്ടണങ്ങളാണ്. അങ്ങനെ ഓരോ റക്അത്തും ജമാഅത്തായി ഓരോ ഭക്തും നമ്മൾ നിസ്കരിക്കുമ്പോ എത്രയോ പട്ടണങ്ങളാണ് അല്ലാഹു നമുക്ക് വേണ്ടി നൽകുന്നത്. ആ പട്ടണങ്ങളുടെ പ്രത്യേകത തംലഉ മിൻ നിഅമില്ലാഹ്, അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അതിലുണ്ടാവുന്നതാണ്. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ നിങ്ങൾ പുറത്തറപ്പേ. ഇതിനെക്കാട്ടും വലിയ സൗഭാഗ്യം എന്താണ്? അതാ പറഞ്ഞത്, റമദാൻ എന്ന് പറയുന്ന സംഗതി ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നവന്, രക്ഷപ്പെടണമെന്ന ചിന്തയുള്ളവന് ഇതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെയില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ അശ്രദ്ധയും ഞങ്ങളുടെ മടിയും പിശാചിന്റെ കരവലയവും ഞങ്ങളിൽ നിന്ന് നീ നശിപ്പിച്ച് കളയണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാനികമായ ആവേശം നൽകണേ അല്ലാഹ്. അപ്പോ ജമാഅത്തിന് ശ്രദ്ധിച്ച് ഇൽമിന്റെ മജ്ലിസിൽ വന്നാൽ ഒരൊറ്റ ചവിട്ടടിക്ക് ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം. ജമാഅത്ത് ശ്രദ്ധിച്ചാൽ ഒരു റക്അത്തിന് ഒരു അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു പട്ടണത്തെയാണ്. മാത്രമല്ല, റമദാനിൽ ഒരാൾ തന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, റമദാൻ അല്ലാത്തപ്പോൾ ഗുണം ചെയ്യേണ്ടതൊരു ചോദ്യമുണ്ട്. ചെയ്യണം. പ്രത്യേകിച്ച് റമദാൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിത് റമദാൻ അല്ലാത്തപ്പോൾ ചെയ്യുന്നതാണെങ്കിലും റമദാനിൽ നമ്മളിത് ചെയ്യുമ്പോൾ പ്രതിഫലം ഏറുകയാണ്. തന്റെ മാതാപിതാക്കളുടെ അടുക്കൽ ചെന്ന്, അത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ചിലപ്പോൾ നമ്മളെന്തെങ്കിലും നമ്മളെന്തെങ്കിലും കുസൃതിയുണ്ടോ, നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളത് മറക്കാതെ മനസ്സിൽ വെച്ച് അവരടുത്തേക്ക് പോവില്ല, അവരോട് സംസാരിക്കൂല. നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ 3 അടുപ്പായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന വീടുകൾ, സ്വന്തം ഉമ്മാനോട് മിണ്ടിയിട്ട് കൊല്ലക്കണക്കിനായ എത്രയോ ആൺമക്കൾ, പെൺകുട്ടികൾ. എന്താ ഇതിനൊക്കെ നമ്മൾ സമാധാനം പറയും? നമ്മളെ ആ ആൾക്കാരെ കയ്യുമ്പോഴുണ്ടാവും 2 കയ്യുമ്പോൾ നിൽക്കുന്നുണ്ട് ആ കൗണ്ടർ. അതാ രസം. പെറ്റ തള്ളനോട് നല്ല വർത്താനം പറയുന്നവർക്ക് നേരമില്ല, എന്നാലും കയ്യുമ്പോൾ 2 കയ്യുമ്പോഴും കൗണ്ടർ ഉണ്ടാവും. 10 പേരുടെ മേൽ ഇട്ട ആൾക്കാർ കളിയപ്പോലെ ഇത് ആര് മാറിയില്ലെന്ന് പറയുന്നത് വിചാരിച്ചില്ല. 10 പേരുടെ കൂടെ ഇടുവോ? അപ്പോ തന്റെ മാതാപിതാക്കൾക്ക് അങ്ങനെ തന്നെയല്ലേ. നമ്മൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ അതിന്റെ ഒക്കെ കാരണക്കാര് നമ്മളെ മാതാപിതാക്കളാണ്. അപ്പോ ഈ മാതാപിതാക്കൾ നമ്മളെ കാണുമ്പോ അവരനുഭവിച്ച പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിൽ നമ്മളെ കാണുമ്പോഴായിരിക്കണം അവരുടെ മനസ്സിന്റെ ഏറ്റവും വലിയ സമാധാനം. അങ്ങനെയാണുള്ളത്. നമ്മളിങ്ങനെ നമ്മുടെ തറവാട്ടിലേക്കോ വീട്ടിലേക്കോ ചെല്ലുന്നത് കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളങ്ങോട്ട് കാണലോട് കൂടി കുട്ടി വരണമെന്ന് മനസ്സിനോട് തോന്നണം. ഒരു എന്ത് പ്രതിസന്ധിയെയും മറന്ന് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള സമാധാനം നമ്മളിൽ നിന്ന് കിട്ടുമ്പോഴാണ് അങ്ങനത്തെ ഒരു ചിന്തയിലേക്കാണ് വരിക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതല്ല ഇന്നിപ്പോ നമ്മളെ മക്കള് തറവാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഉമ്മ തന്നെ കഴിയണം, അത് നിങ്ങൾ അത് വരണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ള ചിന്താഗതി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. റമദാനിൽ തന്റെ മാതാപിതാക്കൾക്ക് ഒരാൾ നന്മ ചെയ്താൽ നമുക്ക് പിന്നൊരു ചിന്താഗതി എന്താണ്?
സ്വത്ത് ഒലിച്ച സമയത്ത് 3 സെന്റ് ഉമ്മാനെ നോക്കുന്ന ആൾക്ക് ഒലിച്ചുകളല്ലോ. അപ്പൊ ഇനി അത് അനിയൻകാട് കിട്ടിയത് അവൻ നോക്കിക്കോട്ടെ. ആ വക മുട്ടുനായകളൊക്കെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരോട് കാരുണ്യം ചെയ്യുകയും ചെയ്യുക. കാരണം അല്ലാഹു ഖുർആൻ തന്നെ പറയുന്നുണ്ട്, പടച്ച റബ്ബിനോട് ചെയ്യേണ്ടുന്ന കടപ്പാടുകളും കടമകളും പറഞ്ഞിട്ട് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണേ, അവരോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണേ. അവരോട് മുഷിപ്പുണ്ടാക്കുന്ന ഒരു വാക്ക് എന്ന് മാത്രമല്ല, ഒരു നോട്ടമോ ഒരു ചിന്തയോ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ വരാൻ പാടില്ല. അത്രത്തോളം മാത്രമല്ല, വീണ്ടും അല്ലാഹു ഖുർആൻ പറഞ്ഞു, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിന്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യത്തിന്റെ എളിമത്തരത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണേ. അഥവാ നമ്മളുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ സന്തോഷിക്കാമെന്നാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് റമദാനിൽ ഒരാളെ നന്മ ചെയ്താൽ എന്താണ് അതിന്റെ നേട്ടമെന്നറിയോ? അള്ളാന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്ക് ലഭിക്കുന്നു. ആ കാരുണ്യത്തിന്റെ നോട്ടം ഒരാൾക്ക് ലഭിച്ചാലോ ആ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അള്ളാഹു ശിക്ഷിക്കൂല. അപ്പൊ ആ കാരുണ്യം സ്വായത്തമാക്കാനുള്ള ഏറ്റവും വലിയ കവാടമാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. റമദാനിൽ തന്റെ മാതാപിതാക്കൾക്ക് ഒരാൾ നന്മ ചെയ്താൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്ക് ലഭിക്കുന്നതാണ്. അവർക്ക് സ്വർഗം ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇത്രയും വലിയ ശ്രേഷ്ഠതയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലിലൂടെ. അത് നോക്കാൻ വേണ്ടി 3 സെന്റല്ല 30 സെന്റല്ല 1 ഏക്കർ സ്ഥലം തന്നെ ഏതെങ്കിലും ഒരു മക്കളെ പേരിൽ കൊടുത്താലും മാതാപിതാക്കളോട് മക്കളെന്ന നിലയ്ക്ക് ചെയ്യേണ്ടുന്ന കടപ്പാടിൽ ആ സ്ഥലം കിട്ടിയവരും കണക്കാണ്, സ്ഥലം കിട്ടാത്തവരും കണക്കാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ അവരെ കഴിപ്പിക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കണം. ഏത് തിരക്കിന്റെ ഇടയിലും അവരുടെ സുഖവിവരങ്ങളൊന്ന് അന്വേഷിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. മാത്രമല്ല, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തൃപ്തി റമദാൻ ശരീഫിൽ തന്റെ ഭർത്താവിന്റെ തൃപ്തി ഒരാൾ പെണ്ണാഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഏതൊരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തൃപ്തി റമദാൻ ശരീഫിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഭാര്യയെ സംബന്ധിച്ച് ഏതൊരു ഭാര്യയും തന്റെ ഭർത്താവിന്റെ തൃപ്തി നേടണം എന്ന ചിന്ത റമദാനിൽ ഉണ്ടായാൽ, അത് എങ്ങനെയാ റമദാനിൽ തൃപ്തി ഉണ്ടാവുക? റമദാനില് നോമ്പ് നോൽക്കൂലെന്ന് വിചാരിച്ചോളി ഭർത്താവ് മൂക്കൾക്ക് രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ ഉച്ചക്ക് ചോറുണ്ടാക്കി കൊടുക്കുക, ഇതാണോ തൃപ്തി? അല്ല. അങ്ങനെ മനസ്സിലാക്കണ്ട. എന്റെ കെട്ടിയതല്ലേ, ഞാൻ അങ്ങനെ കൊടുക്കാതിരിക്കും. നോമ്പിൽ നിന്ന് മുക്തമാകുന്ന ചില മാനദണ്ഡങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നല്ല ആരോഗ്യം തടികൊടുക്കൊക്കെ ഉണ്ട്, നോമ്പെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും മുമ്പിലുണ്ടാവുന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കൊടുക്കുന്നുള്ള ചിന്താതിരിക്കാതെ. അപ്പോ ഈ നോമ്പിന് ഭർത്താവിന്റെ തൃപ്തി എന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ ശരീഫിൽ തന്നെ ഭർത്താവിന്റെ തൃപ്തി ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ആ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുകയും എല്ലാ വിഷയങ്ങളിലും ഹബീബായ തങ്ങളും പടച്ചറപ്പും പറഞ്ഞ എല്ലാ വാക്കുകളും പാലിക്കുകയും ചെയ്താൽ ആസിയ ബീവിയുടെയും മറിയം ബീവിയുടെയും പ്രതിഫലം അവർക്ക് നൽകുന്നതാണ്. മാത്രമല്ല, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിലൊക്കെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ
അള്ളാഹുവർക്കൊക്കെ സാമ്പത്തിക വഴി തുറന്നു കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ഹലാലായ സമ്പത്തിന്റെ വഴികൾ തുറന്നു നൽകട്ടെ. അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്നവന്റെ, ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ, ഒരു മാസത്തിന് മരുന്ന് വാങ്ങാനുള്ള കാശില്ലെങ്കിൽ അത് മുഴുവൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എത്രയാണോ നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും വിധത്തിലൊരു പ്രയാസപ്പെടുന്ന ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രയാസത്തിൽ നമ്മൾ പങ്കാളിയായാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഖദല്ലാഹു തആല ലഹു അൽ-ഫഹാജത യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഈ ദുനിയാവിൽ വെച്ച് ഒരാളുടെ ഒരൊറ്റ പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മളൊന്ന് കാരണമായി കഴിഞ്ഞാൽ, നമ്മളൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ, നാളെ ആഖിറ ലോകത്ത് 1000 പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മളെ കരകയറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ വിഭാഗത്തിലൊക്കെ നമ്മൾ പെടുത്തട്ടെ. ഇതൊക്കെ റമദാൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഇതൊക്കെ റമദാൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഇതൊക്കെ റമദാനിലായി എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ പ്രത്യേകത. അല്ലാത്ത സമയത്തൊക്കെ ഇത് പ്രതിഫലമുള്ളത് തന്നെയാണെങ്കിലും റമദാനിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകമായ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഈ ഉമ്മത്തിനൊക്കെ സംവിധാനിച്ച വലിയ സംവിധാനങ്ങളാണ്. മറ്റൊരു പ്രവാചകന്റെ സമുദായത്തിനും റമദാൻ കൊണ്ട് ഇത്രത്തോളം വിജയിക്കാൻ ചെയ്തിട്ടില്ല, സാധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താകുന്ന നമ്മൾ എത്രയോ വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത ആളുകൾ, എത്രയോ വലിയ അനുഗ്രഹങ്ങൾ മറ്റൊരു പ്രവാചകന്റെ സമുദായത്തിനും അല്ലാഹു കൊടുത്തിട്ടില്ലാത്ത വലിയ വലിയ മഹത്വങ്ങൾ ലഭിച്ച ആളുകളാണ് നമ്മൾ. എന്തതിന്റെ കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ റമദാൻ ശരീഫിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങൾ സമാഗതമായി കഴിഞ്ഞാൽ, റമദാൻ ശരീഫ് നമ്മളിലേക്ക് ആഗതമായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വലിയതാണ്. ഈ നമ്മുടെ നേതാവാകുന്ന ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് അല്ലാഹു കൊടുത്ത മറ്റൊരു പ്രവാചകന്റെ സമുദായത്തിനും അല്ലാഹു കൊടുത്തിട്ടില്ലാത്ത 5ഓളം പ്രത്യേകതകളുണ്ട്. വേറെ ഒരു പ്രവാചകന്റെ സമുദായത്തിനും അല്ലാഹു അത് കൊടുത്തിട്ടില്ല. നമ്മുടെ നേതാവാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനാണ് അത് നൽകിയിട്ടുള്ളത്. ആ 5 പ്രത്യേകതകളിൽ ഒന്നാണ് റമദാൻ ശരീഫ് ആഗതമായി കഴിഞ്ഞാൽ യൻദുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കാരുണ്യത്തിന്റെ നോട്ടം നോക്കിക്കഴിഞ്ഞാലോ, ലാ യുഅമൻ നദറല്ലാഹു ഇലൈഹിം ബിർറഹ്മതി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഒരാൾക്ക്, ഒരു ആണിനോ പെണ്ണിനോ പടച്ചറബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ, ഒരിക്കലും തന്നെ അല്ലാഹു അവനെ ശിക്ഷിക്കുന്നതല്ല, അവനെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. രണ്ടാമത്തെ പ്രത്യേകത, ഇത് റസൂലുള്ളാഹിന്റെ സമുദായമല്ലാത്ത ഒരു പ്രവാചകന്റെ സമുദായത്തിനും ലഭിച്ചിട്ടില്ല. ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രത്യേകതയോ, അല്ലാഹു തആല ബിൽ മലായികതി ബിൽ ഇസ്തിഗ്ഫാരി ലഹും. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് വേണ്ടി പൊറുക്കലിനെ തേടാൻ അല്ലാഹു മലക്കുകളോട് ആവശ്യപ്പെടുകയാണ്. മറ്റെല്ലാ അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് വേണ്ടി പൊറുക്കലിനെ തേടണേ. മൂന്നാമത്തെ പ്രത്യേകതയോ, അന്ന റായിഹത ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കീൻ. നോമ്പെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ വിശപ്പ് അനുഭവപ്പെടും. ആ അനുഭവപ്പെടുന്ന വിശപ്പ് കൊണ്ട് നമ്മുടെ വായിലൂടെ, കാരണം ഭക്ഷണമില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് വേണ്ട ഊർജം സ്വീകരിക്കുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ നിന്ന് വയറിനകത്ത്, പ്രത്യേകിച്ച് ആമാശയത്തിനകത്ത് കലോറി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പിൽ നിന്നാണ്, ആ കൊഴുപ്പ് ഉരുകിയിട്ടാണ് പിന്നീട് നമുക്ക് വേണ്ട പോഷകങ്ങൾ ലഭിക്കുക. അങ്ങനെ വരുമ്പോ നമ്മുടെ വായിലൂടെ ഒരു പ്രത്യേകമായ ദുർഗന്ധം വരാറുണ്ട്. അത് നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ കസ്തൂരിയെക്കാളും സുഗന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര തലവേദന, മുഷിപ്പൊക്കെ തോന്നും. പക്ഷേ അത് നമുക്കേ മുഷിപ്പുള്ളൂ. അള്ളാന്റെ അടുക്കൽ കസ്തൂരിയെക്കാളും വലിയ സുഗന്ധമാണ്. നാലാമത്തെ പ്രത്യേകത എന്താണ്? സ്വർഗത്തോടെന്ന് പറയുന്നത്രേ, ഇത്തഖദീ സീനത്തക
വിലക്കി നിന്റെ അലങ്കാരങ്ങള്, നിന്റെ ആഭരണങ്ങള് നീ ഏറ്റെടുത്തോളൂ. അഥവാ സ്വർഗം എന്ന് പറയുന്നത് ഭംഗിയാകണമെങ്കിൽ സ്വർഗവാസികളാകുന്ന ആളുകൾ സ്വർഗത്തിലെത്തണമെന്ന്. സ്വർഗത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ഈ സ്വർഗവാസികളാകുന്ന ആളുകൾ സ്വർഗത്തിലെത്തുമ്പോഴാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് എല്ലാ പ്രയാസങ്ങളെയും മറന്ന് പടച്ച റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്ത് ജീവിച്ച് അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ച ആളുകൾ അവരാണ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുനിയാവിൽ നിന്ന് മാത്രമല്ല, അവരുടെ ഖബറിൽ നിന്ന്, അവരുടെ മഹ്ശറിൽ നിന്ന്, സിറാത്തിൽ നിന്ന് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നവർ സ്വർഗത്തിലെത്തിയിട്ട് സ്വർഗത്തിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർഗവാസികൾ സഞ്ചരിക്കുമ്പോ അവരിങ്ങനെ പരസ്പരം കൈയടിച്ചിട്ട് പറയുമത്ര അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അല്ലാഹുവേ, ഞങ്ങളുടെ ആദികളും ഞങ്ങളുടെ വ്യാധികളും ഞങ്ങളുടെ നൊമ്പരങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും എല്ലാം മാറ്റിയിട്ട് സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. സ്വർഗത്തിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ പരസ്പരം ഇങ്ങനെ കൈയടിച്ചിട്ട് പറയുന്നു. നമ്മൾ ദുന്യാവിൽ തന്നെ കാണുമ്പോൾ കൈ കൊടുക്കാനും സലാം പറയാനും നമുക്ക് സമയമില്ല അല്ലേ? എന്റെ കാരണം അവന്റെ കുട്ടിന്റെ നിശ്ചയം പറഞ്ഞിട്ടില്ല, കുട്ടിന്റെ സൽക്കാരത്തിന് വിളിച്ചിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അള്ളാഹു നമ്മുടെ മനസ്സിനൊക്കെ നല്ല വിശാലത തരട്ടെ. അപ്പം അള്ളാഹു സ്വർഗത്തോട് പറയാം. അപ്പൊ ഈ സ്വർഗം എന്ന് പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളുമുള്ള സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ആ പൂർവ്വ അവസ്ഥ എന്ന് പറയുന്നത് സ്വർഗവാസികൾ സ്വർഗത്തിൽ ഉണ്ടാവുക എന്നതാണ്. അപ്പൊ സ്വർഗത്തോട് അല്ല പറയും, നിന്റെ അലങ്കാരങ്ങളെ നീ ഏറ്റെടുത്തോളൂ എന്ന് സ്വർഗത്തോട് അല്ല പറയുമ്പോ ആ സ്വർഗം പറയുന്നത്ര സത്യവിശ്വാസികളാകുന്ന ആളുകളെ നിങ്ങൾക്ക് സ്വാഗതം, സ്വർഗം നമ്മെ സ്വാഗതം ചെയ്യുമെന്നാണ്. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അപ്പൊ അഞ്ചാമത്തെ പ്രത്യേകത, ഇത് മറ്റൊരു പ്രവാചകന്റെ സമുദായത്തിന് വന്ന് കൊടുത്തിട്ടില്ല. അഞ്ചാമത്തെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കുകയാണ്. റമദാൻ ശരീഫ് വരലോടുകൂടെ, ആ റമദാനിനെ ഉപയോഗപ്പെടുത്തലോടുകൂടെ റമദാൻ ശരീഫിൽ സകല പാപങ്ങളും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ പുറത്തു കൊടുക്കുകയാണ്. അതുകൊണ്ടല്ലയോ ഹബീബായ തങ്ങൾ പറഞ്ഞത്, മൻ സാമ റമദാന ഈമാനാ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ശഫീഉനാ റസൂലുള്ളാഹി. ഒരാളെ ഈമാനോടെ പ്രതിഫലം പടച്ച റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്താൽ രണ്ട് ഡിമാൻഡുകളാണ്. റമദാനിൽ നോമ്പെടുക്കണം. ഒന്ന് ഈമാൻ ഉണ്ടാവണം, മറ്റൊന്ന് മറ്റൊരാളുടെയും കയ്യടിയോ അല്ലെങ്കിൽ അവരുടെ സ്നേഹവാത്സല്യങ്ങളോ അല്ല അതിൽ നിന്ന് ലക്ഷ്യം വെക്കേണ്ടത്. പടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലമാണ്. അതാണ് മൻസാമ റമദാന ഈമാനൻ വഹ്തിസാബ. ആ വിധത്തിലാണ് നമ്മുടെ റമദാനെങ്കിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയതൊക്കെ പടച്ച റബ്ബ് പുറക്കുന്നതാണ്. രണ്ട് ഡിമാൻഡ്. ഒന്ന് ഈമാൻ ഉണ്ടാവുക, ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് മറ്റൊരു ലക്ഷ്യം ഉണ്ടാവരുത്. ലക്ഷ്യം അല്ലാഹ് എന്ന ചിന്ത മാത്രം. ഇതിന് പ്രതിഫലം തരേണ്ടതും ഇതറിയേണ്ടതും ഇത് കാണേണ്ടതും എന്റെ റബ്ബാണ് എന്ന ചിന്തയിലാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇതൊക്കെ റമദാനു ശരീഫ് ആയതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് മാത്രം നൽകുന്ന അഞ്ചോളം വലിയ പ്രത്യേകതയാണ്. ഈ റമദാനിൽ നിന്ന് മാസം ഉദിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ അർശും കുർസിയും ആകാശവും ഭൂമിയും മലായികത്തുകളും എല്ലാവരും മട്ടഹസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം എത്രയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി പുറക്കലിനെ തേടുകയാണ്. മലക്കുകളോട് പുറക്കലിനെ തേടാൻ പടച്ച റബ്ബ് ആവശ്യപ്പെടുകയാണ്. അവരെ റമദാനിൽ ചെയ്ത പ്രതിഫലത്തെ, ഇബാദത്തിന്റെ പ്രതിഫലത്തെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് വേണ്ടി വാങ്ങി കൊടുക്കുകയാണ്. ഇതെല്ലാം എന്റെ സഹോദരങ്ങളെ, ഇത്രയും വലിയ പുണ്യങ്ങളുടെ വസന്തമായ റമദാനു ശരീഫ് വിട പറയുമ്പോഴോ, ഇത്രയും വലിയ സൗഭാഗ്യങ്ങൾ വന്നിട്ട് അത് നമ്മിൽ നിന്ന് വിട പറയുമ്പോ നമുക്ക് സന്തോഷമാണ് വരുന്നത്. പക്ഷേ ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ കൽബ്
വിട പറയുമ്പോൾ നമുക്ക് യാതൊരു പ്രയാസമില്ല. റമദാന് പ്രയാസമില്ല എന്നല്ല, റമദാൻ വന്നതിൽ നമുക്ക് സന്തോഷം വേണ്ടേ? റമദാൻ വന്നപ്പോൾ തന്നെ നമ്മൾ അധികം ആൾക്കാർക്ക് വലിയ വിഷമമാണ്. കാരണം എന്താ, ഇനി ചായ ചോദിച്ചിട്ട് ചെല്ലാൻ പറ്റൂല, ചായ തോന്നി പോലെ കുടിക്കാൻ പറ്റൂല, ഇതൊന്നും കഴിഞ്ഞ് കിട്ടണ്ടേ. പക്ഷെ ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് ഇതിലും വലിയ സൗഭാഗ്യം വേറില്ല എന്നുള്ളത്. അപ്പൊ ആ വിധത്തിൽ ഒരു മനുഷ്യൻ പരിശുദ്ധമായ റമദാൻ ശരീഫ് ആഗതമായി ആ റമദാൻ ശരീഫ് നമ്മിൽ നിന്ന് വിട പറയുമ്പോഴോ നമ്മുടെ മനസ്സിൽ സന്തോഷമാണ്. പെരുന്നാൾ വരുന്നുണ്ടല്ലോ, ഇന്ന് നോമ്പ് 18 25 ഇനി ഒരു 5 ദിവസമല്ലേ ഉള്ളൂ, ഇനി ഒരു 10 ദിവസമല്ലേ ഉള്ളൂ എന്ന ചിന്തയൊക്കെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ തൊട്ട് തീണ്ടാനേ പാടില്ലാത്തതാണ്. കാരണം ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചല്ലോ, റമദാൻ വന്നതുകൊണ്ട് ഒരാളെ സന്തോഷിച്ചാൽ അവനെ നരകത്തിന് അല്ലാഹു ഹറാമാക്കുന്നതാണ്. റമദാനിൽ നോമ്പെടുത്തു നിസ്കരിച്ചു ഇതൊന്നുമല്ല, റമദാൻ വന്നു എന്ന സന്തോഷം ഉണ്ടായാൽ തന്നെ അല്ലാഹു നരകത്തിന് തിന്നാൻ വിട്ടുകൊടുക്കൂല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ കടന്നു വന്നാൽ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ മക്കൾ പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ്, നമ്മൾ അവർക്ക് വേണ്ട ഡ്രസ്സ് വാങ്ങിക്കുന്ന തിരക്കിലാണ്. എന്നാലോ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ വരുമ്പോ ആകാശഭൂമികളെ കരയുകയാണ്, നമ്മൾ ചിരിക്കുകയാണ്. നമുക്ക് പെരുന്നാൾ ആഘോഷിക്കണം, നമുക്ക് വിരുന്നു പോകണം, നമുക്ക് ഉമ്മയുടെ വീട്ടിലും അതുപോലെ ജ്യേഷ്ഠത്തിമാരുടെയും മണിയത്തിമാരുടെയും ഒക്കെ വീട്ടിൽ പോയി വിരുന്ന് പാർക്കണം. ഇങ്ങനെയുള്ള ചിന്തകൾ മാസങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ റമദാൻ ശരീഫ് നമ്മളിലേക്ക് വന്നിട്ട് ആ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ അതിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ വന്നാൽ ആകാശഭൂമികളെ കരയുകയാണ്. അല്ലാഹുവിന്റെ മലായികത്തുകൾ മുഴുവനും കരയുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, റമദാനിന്റെ മാസപ്പിറവി കണ്ടാൽ മലക്കുകൾ അട്ടഹസിച്ച് പറയുകയാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തെ സ്വാഗതം സ്വാഗതമെന്ന്. അതേ മലക്കുകൾ ആ മാസം വിട പറയുമ്പോൾ അവര് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ ആകാശഭൂമികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തേ കരയുന്നത്? മുസീബത്തൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ ഒരു മുസീബത്ത് ആലോചിച്ചിട്ടാണ് കരയുന്നത്. എന്തേ പ്രയാസം, എന്ത് പ്രയാസം ആലോചിച്ചിട്ടാണ് അവർ കരയുന്നത്? റമദാൻ വിട പറയാനാകുമ്പോ അതിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളായി കഴിഞ്ഞാൽ മലായികത്തുകൾ കരയുന്നു, ആകാശഭൂമികൾ കരയുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന്റെ മുസീബത്ത് ആലോചിച്ചിട്ടാണ് കരയുന്നത്. ചോദിച്ചു, എന്താണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ മുസീബത്ത്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവരുടെ മുസീബത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം കിട്ടിയിട്ടില്ല എന്നതല്ല, മക്കൾക്ക് പെരുന്നാളിന് വസ്ത്രം ലഭിച്ചിട്ടില്ല എന്നതല്ല, പെരുന്നാളിന് സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വകയില്ല എന്നത് കൊണ്ടല്ല. പിന്നെയോ ആകാശഭൂമികൾ കരഞ്ഞത്, അഖില ലോക ബ്രഹ്മാണ്ടങ്ങൾ കരഞ്ഞത്, അല്ലാഹുവിന്റെ കോടാനുകോടി മലായികത്തുകൾ ഏകനടിച്ച് പൊട്ടിക്കരഞ്ഞത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു വിപത്തിനെ കുറിച്ച് ഓർത്തിട്ടാണ്. ഏതാണ് ആ വിപത്ത് എന്ന ചോദ്യത്തിന് മുത്തുനബിയുടെ മറുപടി എന്തെന്നറിയോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. റസൂലുള്ളാഹി പറയാണ്, ആ വിപത്ത് മറ്റൊന്നുമല്ല, അത് റമദാനിന്റെ യാത്ര പറയലാണ്, റമദാനിന്റെ വിട പറയലാണ്. റമദാനിനാണ് നമ്മിൽ നിന്ന് പോവുകയാണല്ലോ, അതാണ് ഏറ്റവും വലിയ മുസീബത്ത്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ മുസീബത്ത്. എന്തേ അതിന്റെ കാരണം? ആ റമദാനിൽ നാം ചെയ്യുന്ന ദുആകളെല്ലാം അല്ലാഹു സ്വീകരിക്കുന്ന
ലഭിക്കുന്ന, അതുപോലെ തന്നെ എന്തൊരു ചെറിയ നന്മ ചെയ്താലും എത്രയോ ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ പരിശുദ്ധമായ റമദാൻ ശരീഫ് അത് നമ്മിൽ നിന്ന് വിട പറയുമ്പോ അതിനേക്കാളും വലിയ മുസീബത്ത് എന്താണ്? അതിനേക്കാളും വലിയ മുസീബത്ത് വേറെ എന്താണ്? അതുകൊണ്ടാണ് ഈ ആകാശഭൂമികൾ കരഞ്ഞത്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മലായികത്തുകളും കരഞ്ഞത്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് സംഭവിക്കാൻ പോകുന്ന ഈ വിപത്തിനെ കുറിച്ച് ഓർത്തിട്ട്, ഏതാ വിപത്ത്? റമദാൻ വിട പറയാണ്. റമദാനിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്ന, ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്ന, എന്തെല്ലാം നന്മകളുണ്ടോ അവകൾക്കെല്ലാം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമായ റമദാൻ അത് വിട പറയുകയാണല്ലോ എന്നതാണ് ഏറ്റവും വലിയ മുസീബത്ത്. അപ്പൊ ഈ മുസീബത്ത് ആലോചിച്ചിട്ട് ആകാശഭൂമികളും മലക്കുകളും കരയാണ്. അപ്പൊ ഇനി ഞങ്ങൾ എത്ര കരയണം? ചിന്തിച്ചോ കാര്യങ്ങൾ. ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന നമ്മൾ, ആകാശഭൂമി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, മലക്കുകൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓരോ നിമിഷങ്ങളും കരയാനല്ലേ നമുക്ക് സമയമുണ്ടാവുകയുള്ളൂ. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുമ്പോഴേക്ക് ഞങ്ങളുടെ കൽബിന്റെ പാപക്കറകളൊക്കെ കഴുകി ശുദ്ധിയാക്കണേ അല്ലാഹ്. നമുക്കൊക്കെ ഈമാനിന്റെ നൂറ് തരട്ടെ. അപ്പൊ ഇത്രയും വലിയ പവിത്രതയുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ ശരീഫ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ നന്മകളൊക്കെ റമദാൻ അല്ലാത്തപ്പോഴും നമ്മൾ ചെയ്യേണ്ടതാണെങ്കിലും റമദാനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നതുകൊണ്ട് തന്നെ ഒട്ടനേകം പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. വലിയ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് റമദാൻ അല്ലാത്തപ്പോ ചെയ്യാൻ പാടില്ല എന്നല്ല. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അതുപോലെ സ്വതന്ത്ര ചെയ്യുക, അതുപോലെ നന്മകൾ ചെയ്യുക റമദാൻ അല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ റമദാനിലായതുകൊണ്ട് ഇവകൾക്കെല്ലാം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ റമദാൻ അത്രയും വലിയൊരു സൗഭാഗ്യമാകുന്ന, ഒരു സമ്മാനമാകുന്ന ഈ ഒരു സംഭവം നമ്മിൽ നിന്ന് വിട പറയുമ്പോ അതുകൊണ്ടാണ് ആകാശഭൂമികൾ കരഞ്ഞത്, അതുകൊണ്ടാണ് മലായികത്തുകൾ കരഞ്ഞു പോയത്. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ അലസതയും മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് നല്ല ആവേശത്തോട് കൂടിയിട്ട് ചെയ്യാം. ഇബാദത്തിന് വേണ്ടി സജ്ജരാവുക, നമ്മുടെ കുടുംബത്തെ സജ്ജരാക്കുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് ഇന്നിപ്പോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പൊ തോന്നുന്നത് ഇപ്പൊ ഒന്ന് തറാവേ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ട് നിസ്കരിക്കാൻ നമുക്ക് തോന്നും. അത് കണക്കന്നേക്കാണ്. പിന്നെ തറാവീന്റെ കാര്യത്തിൽ തീരുമാനം. പിന്നെ നമുക്ക് തോന്നുന്നത് ഇപ്പൊ ഏതായാലും ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ, നാളെ നിസ്കരിക്കണം. അങ്ങനെ റമദാൻ ശരീഫ് മുഴുവനും നമ്മളിൽ ഇവിടെ പറയുമ്പോൾ ഒരുപാട് ഹസനാത്തുകൾ നമുക്ക്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2-3 മണിക്കൂർ നമ്മുടെ ഫോണിൽ ഇരുന്ന് എന്ത് കാണാനും നമുക്ക് യാതൊരു ക്ഷീണമോ കോട്ടുവായോ ഒരു ചടപ്പുണ്ടാവില്ല. പക്ഷെ 5 മിനിറ്റ് ഖുർആൻ എടുത്തുന്ന കയ്യിൽ വെച്ചാൽ എത്ര കോട്ടുവായിട്ടുള്ളത് നമുക്ക് എണ്ണം കൊടുത്താണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് നമ്മുടെ അലസതയും നമ്മുടെ മടിയുമെല്ലാം, അങ്ങനത്തെ ഒരു മടി വരുമ്പോ ആ മടിക്ക് നമ്മൾ വഴിപ്പെടലോടുകൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ പിശാചിന് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. പിശാചിന് അടിമപ്പെടുന്നു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ അവസ്ഥയെ തൊട്ട് പടച്ചറബേ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ടല്ലോ, എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു മടി വരുന്ന ആളുകൾ കേട്ടോളൂ. ഇത് മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു ചരിത്രം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി തങ്ങള് അവിടുന്ന് പറയാണ്, ഒരു ദിവസം രാത്രി ഞാൻ ഉണർന്നു. അബൂ യസീദുൽ ബിസ്താമി തങ്ങള് എഴുന്നേറ്റ് നിസ്കരിക്കണം, 2 റക്അത്ത് തഹജ്ജുദൊക്കെ നിസ്കരിക്കണം എന്ന ചിന്തയിൽ രാത്രി ഞാൻ ഉണർന്നു. പക്ഷേ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കുറച്ച് ഖുർആനൊക്കെ ഓതി പടച്ച റബ്ബിനോടൊന്ന് ദുആ ചെയ്യണമെന്ന ചിന്തയിൽ ഉറക്കിൽ നിന്ന് ഞാൻ ഉണർന്നു. പക്ഷേ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് പോലും പറയാൻ എനിക്ക് പറ്റാത്ത വിധം ഭയങ്കര മടി. സുബ്ഹാനല്ലാഹ് ചെല്ലാനുള്ള ഒരവസ്ഥ പോലും എനിക്ക് അജാതിയിലേക്ക് എന്ത് ചെയ്തു, മടി വന്നുപോയി. അങ്ങനെ
ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി തങ്ങൾ പറയാണ്, അങ്ങനെ ഞാൻ എഴുന്നേറ്റു. എന്തൊക്കെ ആയാലും ഞാൻ എഴുന്നേറ്റു. എന്നിട്ടോ എന്റെ പിന്നെ ഇങ്ങനെ മടി വരാണ്ടായ കാരണം, നമ്മക്ക് മടി വരാണ്ടായ കാരണം അന്വേഷിക്കണ്ട. കാരണം എന്താ, 33 ഐറ്റം പൊരിച്ച കടി ഉണ്ടാവും മറന്നു. ഇത് എല്ലാത്തിനും ഓരോ കഷ്ണം തിന്നാൽ തന്നെ എന്തായി നമ്മളെ കഥ കഴിഞ്ഞു അല്ലേ? അപ്പോ ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, എല്ലാം ആവശ്യത്തിൽ അധികമാകരുത് എന്നേ ഉള്ളൂ. ഉസ്താദ് പൊരിച്ച കടി ഉണ്ടാക്കരുത്, വീട്ടിൽ പോയി ഒന്നും ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോ അബൂ യസീദ് തങ്ങൾ പറയാണ്, നിസ്കരിക്കണം, ദിക്ർ ചൊല്ലണം, ഖുർആൻ ഓതണം എന്ന ചിന്തയിലൊക്കെ ഞാൻ ഉണർന്നു. പക്ഷേ സുബ്ഹാനല്ലാഹ് എന്നൊരു ദിക്ർ, ഒറ്റ ദിക്ർ പോലെ ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ എനിക്ക് മടി വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മളെന്താ മടി എന്നാ കാട്ടാ, എന്നാ പോട്ടെ, ഇനി നാളെ നോക്കാം. പക്ഷെ അബൂ യസീദ് ബിസ്താമി തങ്ങൾ അതുപോലുള്ള മഹാന്മാരൊക്കെ മടി വന്നാൽ അതിന്റെ കാരണത്തെ കണ്ടെത്തി ചികിത്സിച്ച് പിശാചിനോട് പ്രതിരോധം തീർക്കുന്നവരായിരുന്നു. അങ്ങനെ അബൂ യസീദ് തങ്ങൾ ചിന്തിക്കുകയാണ്, എന്തെനിക്ക് ഇങ്ങനെ ഒരു മടി വരാനുള്ള കാരണം അങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി, ശരിയാണല്ലോ, ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചിരുന്നു, ഒരുപാട് ധാരാളമായിട്ട് വെള്ളം കുടിച്ചു. സാധാരണ മുൻപുള്ള ദിവസങ്ങളിൽ കുടിച്ചിരുന്നതിനേക്കാളും കൂടുതൽ വെള്ളം ഞാൻ കുടിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്ഷീണം വന്നത്. അഥവാ വയറ് കുറച്ച് ഓവറായിട്ട് എന്ത് ചെയ്തു, നിറഞ്ഞു പോയി എന്നുള്ളതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു, അങ്ങനെ പറ്റൂലല്ലോ, അങ്ങനെ എന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. ബഹുമാനപ്പെട്ടവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഒരു കൊല്ലത്തിന് ഇനി ഞാൻ വെള്ളം കുടിക്കൂല. നമുക്ക് പറ്റോ? നമ്മള് അത്താഴത്തിന് വെള്ളം കുടിച്ചത് പോരാ, എക്കട്ട് കണി വെള്ളം പോകും നമ്മൾക്ക്. അപ്പോ ചില ആളുകള് 5:25 വാങ്ങി 5:24 വരെ വെള്ളം കുടിക്കും. എങ്ങനെ 5:25 വാങ്ങി 5:24 വരെ വെള്ളം കുടിക്കും. കാരണം എന്താ പറയുക, മകനിക്ക് വരെ എത്തിക്കണ്ടേ എന്ന്. ശരിക്കും ആരോഗ്യപരമായിട്ട് വൈദ്യശാസ്ത്രം പറയുന്നത് നോമ്പ് അത്താഴ സമയത്തല്ല കൂടുതൽ വെള്ളം കുടിക്കേണ്ടതെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ അത്താഴ സമയത്ത് നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിച്ചാൽ അത് എന്ത് ചെയ്യും, അത് മൂത്രമായിട്ടാണ് റിലീസായി പോകുന്നത്. പക്ഷെ ശരിക്കും നോമ്പ് തുറന്നത് മുതലാണ് ഇടക്കിടക്ക് വെള്ളം കുടിക്കേണ്ടത്. അപ്പൊ ഇനി തറാവി വേണ്ട, കാരണം ഉസ്താദ് വായനൊക്കെ പറയുന്നത് വെള്ളം കുടിക്കണം, അതല്ല. നോമ്പ് തുറന്നത് മുതൽ നമ്മൾ ഉറങ്ങുന്നതിന്റെ ഇടയിലേക്ക് എത്രത്തോളം വെള്ളം നമുക്ക് സ്റ്റോക്ക് ആക്കാൻ പറ്റുമോ അത്രയും വെള്ളം നമ്മൾ കുടിക്കുക. അതാണ് നമ്മുടെ ശരീരത്തിൽ ജലാംശത്തെ ഉണ്ടാക്കിയെടുക്കുക. കാരണം അത്രയും സമയമുണ്ടല്ലോ. അതേ സ്ഥാനത്ത് നമ്മൾ രാവിലത്തത് കുറെ കുടിച്ചു എന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അപ്പൊ രാവിലത്തെ വെള്ളം കുടിക്കുന്നതിനേക്കാൾ, അത്താഴത്തിന്റെ സമയത്ത് കുടിക്കുന്നതിനേക്കാളും നോമ്പ് തുറന്നത് മുതലാണ് നമ്മൾ ചെയ്യുന്നത് ധാരാളം വെള്ളം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കാം. ആരോഗ്യപരമായ ക്ലാസ് അല്ല, സന്ദർഭോചിതമായിട്ട് പറഞ്ഞതാണ്. എല്ലാവരും മനസ്സിലാക്കാൻ എന്താണെന്നറിയോ, അത്താഴത്തിനാണ് തോനെ വെള്ളം കുടിക്കേണ്ടത്. അപ്പോ ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു, വെള്ളം കുടിച്ചതിന്റെ പേരിൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ജാതി മടിയോ, എന്നൊരു കൊല്ലത്തിന് ഞാൻ വെള്ളം കുടിക്കൂല. ബഹുമാനപ്പെട്ടവർ ഒരു വർഷം വെള്ളം കുടിക്കില്ലെന്ന് തീരുമാനിക്കുകയാണ്. തീരെ കുടിച്ചില്ല. നമുക്ക് പറ്റുമോ? നമ്മള് ചോറ് കഴിക്കാൻ തന്നെ 2 ഉരുള ഇട്ടാ അതുപോലെ കുടിക്കണം അല്ലേ? കുട്ടികളൊക്കെ കൂടെ ചോറ് കഴിക്കാൻ കുട്ടികൾക്ക് 1 ഉരുള 1 ഗ്ലാസ് വെള്ളം, 1 ഉരുള 1 ഉറുപ്പ് വെള്ളം, അങ്ങനെ വേണ്ടി. അപ്പോ ഒരു വർഷത്തിന് വെള്ളം കുടിക്കില്ലെന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി തങ്ങൾ തീരുമാനിക്കുകയാണ്, നേർച്ചയാക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വെള്ളം കുടിക്കാതെ അങ്ങനെ പോയി. ഒരു വർഷം പൂർത്തിയായി, ഒരു കൊല്ലം വെള്ളം കുടിക്കാതെ. ഒരു വർഷം അങ്ങനെ പൂർത്തിയായി. ഈ ഒരു വർഷം പൂർത്തിയായപ്പോഴേക്ക് ബഹുമാനപ്പെട്ടവർക്ക് അതിശക്തമായ ദാഹം കൊണ്ട്, നമ്മൾ പറയില്ലേ, വായിച്ചിട്ട് ഉടനെ കയ്യിൽ തുടങ്ങിയെന്നൊക്കെ പറയില്ലേ. അപ്പോ എന്നതുപോലെ ബഹുമാനപ്പെട്ടവർക്ക് ശരീരത്തിൽ വെള്ളമില്ലാഞ്ഞിട്ട് താപം ബഹുമാനപ്പെട്ടവർക്ക് സഹിക്കാതെ വന്നു. ബഹുമാനപ്പെട്ടവരുടെ ഉള്ളിൽ ആന്തരിക അവയവങ്ങളിൽ ജലാംശമില്ലാതെ വന്നപ്പോ ശരീരം വലിയ പ്രശ്നത്തിലേക്കും പ്രതിസന്ധികളിലേക്കും നീങ്ങാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ഒരു കൊല്ലായി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ അത്താഴത്തിന് ഭക്ഷണം കഴിച്ചിട്ട് സുബഹി ബാങ്കോടുകൂടി അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്
ഇരിക്കുമ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം, ഒരു ഗ്ലാസ് കലക്കിയ വെള്ളം, ഒരു ഗ്ലാസ് ജ്യൂസ്, ഒരു ഗ്ലാസ് തൈ ഉണ്ടാക്കിയത്, ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ബാങ്കുവിന്റെ പുറത്ത് കാരക്ക തൊള്ളയിലിട്ട കാരക്ക ചവക്കാനും കൂടി നേരല്ലേ, അപ്പൊ തന്നെ ഓരോന്നോരോന്നും ചെയ്യും, എടുത്ത് കുടിക്കാനോടും. അങ്ങനത്തെ അബൂ യസീദ് തങ്ങൾ ഒരു കൊല്ലത്തോളം തരില്ല വെള്ളം കുടിച്ചില്ല. അങ്ങനെ വെള്ളം കുടിക്കാൻ ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ കുടിച്ചൂടെ? നമ്മളൊക്കെ വെള്ളത്തിൽ ചാടി കുടിക്കും അല്ലേ? പക്ഷെ ബഹുമാനപ്പെട്ട അബൂ യസീദ് തങ്ങൾ അപ്പോഴും വെള്ളം കുടിക്കാൻ തയ്യാറായില്ല. ബഹുമാനപ്പെട്ടവരെല്ലാം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവർ അതിൽ അല്പം മണ്ണ് കലർത്തി. നമുക്ക് കുടിക്കാൻ കുറച്ച വെള്ളം കലക്ക് കണ്ടാൽ തന്നെ നമ്മളെടുത്ത് മാറ്റും. ബഹുമാനപ്പെട്ടവർ നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഒരു നജസില്ലാത്ത ശുദ്ധമായ മണ്ണ് കലക്കി. എന്തിനാണ്? നമ്മൾ സംശുദ്ധമായ ഒരു വെള്ളം ഒരു ഗ്ലാസ്സിൽ, ചളിവെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്താൽ ആ ഗ്ലാസിന്റെ അടിഭാഗത്ത് മണ്ണ് ഇങ്ങനെ പകുതി നിൽക്കുന്നുണ്ട്, നമ്മൾ എന്താ അതിനെ പറ്റി പറയാം? കുടിവെള്ളം എന്ന് പറയാം, പറയുന്നല്ലോ. കാരണം എന്താ? നമ്മൾ ആ ചളിവെള്ളം കുടിക്കൂല, കുടിവെള്ളം എന്ന് നമ്മൾ അതിനെ പറ്റി പറയില്ല. അപ്പൊ വെള്ളം, കുടിവെള്ളം എന്ന ആ പേര് അതുപോലെ മാറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? അതിന് കുറച്ച് മണ്ണ് കലക്കി. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ ആ വെള്ളം എന്ന പേരൊന്ന് മാറ്റാൻ വേണ്ടി എന്നിട്ടോ ബഹുമാനപ്പെട്ടവർ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ കുടിച്ചോ? കുടിച്ചില്ല. ബഹുമാനപ്പെട്ടവർ വായിൽ ഇങ്ങനെ നനച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ആ നനവൊന്ന് എത്തുന്നത് വരെ ബഹുമാനപ്പെട്ടവർക്ക് ആ തൊണ്ടയുടെയും ആന്തരിക അവയവത്തിന്റെയും ആ ചൂടൊന്ന് വെപ്രാണമെന്ന് മാറിക്കിട്ടാൻ വേണ്ടി ചെളിവെള്ളമെടുത്തിട്ട് വെള്ളമെടുത്തതിൽ അല്പം മണ്ണ് കലർത്തിയിട്ട് ആ അഴുക്കായ വെള്ളമെന്ന ശുദ്ധമായ വെള്ളമെന്ന പേര് മാറ്റിയിട്ട് ആ മലിനജലം എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ വായിൽ വെച്ച് ഇങ്ങനെ നനക്കുകയാണ്. എന്നിട്ടോ കുടിക്കണില്ല. ഒരു കൊല്ലം വെള്ളം കുടിക്കാത്തവന്റെ മുന്നിൽ കിട്ടിയത് ഏത് വെള്ളമായാലും കുടിക്കാൻ നമ്മൾ ശ്രമിക്കൂലേ? പക്ഷെ ബഹുമാനപ്പെട്ടവരെന്തെങ്കില അപ്പോഴും ശരീരത്തിന് വെള്ളം കൊടുത്തില്ല. ശരീരവും മനസ്സും തമ്മിൽ ഭയങ്കര പോരാട്ടം. ബഹുമാനപ്പെട്ടവരെ കൊടുത്തില്ല. എന്നിട്ട് ആ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ തന്റെ ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, ഇനി അല്ലാഹു ഇബാദത്ത് ചെയ്യുന്നതിന് വല്ല അപാകതകളും കാട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒരു കൊല്ലം ശരീരത്തിന് വെള്ളം കൊടുക്കാതെ അവസാനം ഒരു കൊല്ലം പൂർത്തിയായപ്പോഴും വെള്ളം കൊടുത്തില്ല. നല്ല വെള്ളം എടുത്തതിൽ ചളി കലക്കിയിട്ട് നാവിലിങ്ങനെ നനച്ചു, തൊണ്ടന്ന് നനയാൻ വേണ്ടി. എന്നിട്ട് ശരീരത്തോട് പറയാണ്, അടങ്ങി നിന്നോ, അല്ലാഹു ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിന് ശ്രദ്ധിച്ചോ, ഇല്ലെങ്കിൽ ഒരു കൊല്ലം പറ്റി ഞാൻ വെള്ളം തരാൻ നിന്നിട്ടുള്ളൂ, ഇനി ആയുസ് മുഴുവനും എനിക്ക് വെള്ളം തരൂലട്ടോ. ഇബാദത്തിൽ നീ അലസത കാണിച്ചാൽ ഒരു കൊല്ലം നിനക്ക് വെള്ളമില്ല. ചിന്തിച്ചോക്കാൻ നമുക്ക് പറ്റുമോ? അറബിക്കഥയിലെ കഥകളിലൊക്കെ സംഭവം മഹാനായ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ തന്റെ ശരീരത്തെ മെരുക്കിയെടുത്തതാണ്. അപ്പൊ ഭക്ഷണം കൂടുമ്പോ മടി വരുമ്പോ വിഭാഗത്തിൽ നമ്മൾ പിന്നിലേക്ക് നോക്കും. അപ്പോ എന്ത് ചെയ്യാം? ആവശ്യമുള്ളത് കഴിക്കാം, ബാക്കി നിസ്കാരത്തിന്റെ ശേഷം കഴിക്കാം. അങ്ങനെയൊക്കെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യാം? ഈ പരിശുദ്ധമായ റമദാൻ ശരീരത്തിനെ ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ആ വിധത്തിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം പരമാവധി നമുക്ക് ഖബറിൽ ഒരാൾ കൂട്ടിന് വേണോ? പരിശുദ്ധമായ ഖബറിലെ ഇരുട്ടിൽ നിന്നൊരു വെളിച്ചം വേണോ? പരിശുദ്ധമായ ഖുർആൻ ഓതുക. നമ്മുടെ ഖബറിൽ നമുക്കൊരു കൂട്ടുകാരനെ വേണോ? തഹജ്ജുദ് പതിവാക്കുക. അങ്ങനെ ദിക്റുകളും സ്വലാത്തുകളും അദ്കാറുകളും ഔറാദുകളും ഒക്കെ പതിവാക്കി നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുക. ഹബീബായ മുത്തുനബി പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നമ്മുടെ നാമം തന്നെ നനഞ്ഞുകൊണ്ടേയിരിക്കണമെന്നാണ്. അതുപോലെ ഇന്നത്തെ ക്ലാസിന്റെ ഒരു സന്ദേശമായി എല്ലാവരും മൊബൈൽ ഫോൺ ഉള്ളവരൊക്കെ ഒന്ന് മൊബൈൽ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ, റെക്കോർഡ് ഓൺ ചെയ്തോളൂ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാള് രാത്രിയും പകലിലും റമദാൻ ശരീഫിന്റെ രാത്രിയിലും പകലിലും 10 തവണ ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ്
കഴിഞ്ഞ ഉടനെ, അതുപോലെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ രാത്രിയിലും പകലിലുമായി 10 വീതം ഇസ്തിഗ്ഫാറുകൾ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാമിന്റെയും സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെയും സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാമിന്റെയും ഈ 4 മലായികത്തിന്റെയും പ്രതിഫലമാണ്. ഈ 4 മലക്കുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. എന്തേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ? സുബ്ഹിന്റെ ശേഷം ഒരു 10 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, മഗ്‌രിബിന്റെ ശേഷം ഒരു 10 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതുപോലെ തന്നെ മാത്രമല്ല, അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുമെന്നാണ്. അവന്റെ ചെറുദോഷങ്ങളൊക്കെ മായ്ച്ചു കളയും. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആരെങ്കിലും അത്താഴ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂമുൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂമുൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് എന്ന ദിക്ർ ഒരാള് അത്താഴ സമയത്ത് 7 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ, 7 തവണ ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂമുൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് എന്ന ദിക്ർ 7 തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അവർക്ക് നൽകുന്നത് ഒരൊറ്റ തവണ ചൊല്ലിയാൽ തന്നെ 1000 പ്രതിഫലമാണ് നൽകുന്നത്. ഒരു തവണ ചൊല്ലിയാൽ 1000 തവണ ചൊല്ലിയതിന്റെ പ്രതിഫലം. അതുപോലെ 1000 തിന്മകൾ, അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഏടിൽ നിന്ന് 1000 തിന്മകൾ മായ്ച്ചു കളയുകയാണ്. മാത്രമല്ല 1000 പദവികൾ അല്ലാഹു അവർക്ക് ഉയർത്തി കൊടുക്കുന്നതാണ്. 1000 പദവികളിലെ ഒരൊറ്റ പദവിയുടെ വിസ്തീർണം എത്രയാണ്? അതിന്റെ വണ്ണവും വലിപ്പവും എത്രയെന്നറിയോ? 7 ആകാശങ്ങളെക്കാളും 7 ഭൂമിയെക്കാളും വലിയതാണ് ഒരൊറ്റ ദറജ എന്ന് പറയുന്നത്. അങ്ങനത്തെ 1000 ദറജയാണ് 7 തവണ ചൊല്ലേണ്ട ഈ ദിക്റിൽ നിന്ന് ഒരൊറ്റ തവണ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, പ്രകാശത്താൽ സ്വർഗത്തിൽ അവനൊരു തൂണിന് അള്ള കൊടുക്കുന്നതാണ്. ആ തൂണിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രത്യേകമായ ഒരു സംവിധാനിച്ച റൂമുകളുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? 1000 റൂമുകളുണ്ട്. 1000 റൂമും പ്രകാശത്താൽ ഉള്ളതാണ്. 1000 റൂമുകളിൽ 1000 വിരിപ്പുകളുണ്ട്, 1000 കട്ടിലുകളുണ്ട്. ഓരോ കട്ടിലുകളിലും സ്വർഗത്തിൽ നിന്നുള്ള ഹൂറുൽ ഈങ്ങളാകുന്ന ഇണകളുണ്ട്. ഇതെല്ലാം അവന് തന്നു നൽകുന്നതാണ്. എന്തേ ചെയ്യേണ്ടതുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂമുൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് എന്ന ദിക്ർ അത്താഴ സമയത്ത് 7 തവണ ചൊല്ലേണ്ടതുള്ളൂ. 1 മിനിറ്റ് പോലും സമയം അതിനു വേണ്ടി വരില്ല. അല്ലാഹുവേ, നിന്നെ മനസ്സിലാക്കാനും നിന്നെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാനും പുണ്യങ്ങളുടെ പ്രതീക്ഷയാകുന്ന പരിശുദ്ധ റമദാൻ ശരീഫിനെ അർഹമായ ആദരവോടെ ഉപയോഗപ്പെടുത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഈ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പവിത്രമായ മാസമാണ്. രക്ഷപ്പെടണമെന്ന ചിന്തയുള്ളവന് ഇതിനേക്കാളും വലിയൊരു അവസരം വേറെ ഇല്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇതിന്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നടക്കുന്ന മജ്‌ലിസുകളിലൊക്കെ പങ്കെടുക്കുകയും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. റബ്ബിൽ ആലമീൻ الذي جعلنا من أمة محمد صلى الله عليه وسلم حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله الرحمن الرحمن الملك الجبار يا راجا راجنا يا رب. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം റഹ്മാനെ. ജീവിതകാലത്ത് ഞങ്ങളിൽ വന്നു പോയ സകല നന്മകളും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് നന്നാക്കി തരണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് മരിക്കുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങൾ പെടുത്തണേ റഹ്മാനെ. റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യം ചെയ്ത അടിമകളുടെ കൂട്ടത്തിൽ പാവങ്ങളായി ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. പ്രതികൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ കാക്കണം റഹ്മാനെ. അല്ലാഹു ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നിന്റെ ദർബാറിനെ
മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് തരല്ല അല്ലാ. ട്യൂമർ നൽകല്ല അല്ലാ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാ. വേദന സഹിക്കാൻ പറ്റാതെ കാലിട്ടടിച്ച് പെടഞ്ഞ് മരിക്കുന്ന രോഗങ്ങൾ തരല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹുവേ ഒരു രോഗവും നീ കൊടുക്കല്ല റഹ്മാനെ. ഞങ്ങളെ നാലക്ഷരം പഠിപ്പിച്ചു തന്ന ഞങ്ങളെ വന്യരായ ഉസ്താദുമാർ അല്ലാഹുവേ മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ബർസഖിയായ ലോകം നീ നന്നാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീനി ഖിദ്മത്തിന് ആയുരാരോഗ്യ സൗഖ്യവും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗ്ഗം വാങ്ങി തരുന്ന മക്കളാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ തിരക്കിനിടയിലും ഞങ്ങളുടെ പ്രതിസന്ധികൾക്കിടയിലും ഞങ്ങളുടെ ആശയും ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗ്ഗം വാങ്ങി തരുന്ന മക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ മാതാപിതാക്കൾ അനുസരിക്കുന്ന സമുദായത്തിന് ഉപകാരമുള്ള നിന്നെ വഴിപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. മക്കൾ കാരണം വിഷമിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അല്ലാഹുവേ സലാമത്ത് നൽകണേ റബ്ബേ. കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ പരിഹാരം നൽകണേ റഹ്മാനെ. കടലിലേക്ക് അന്നം തേടിപ്പോയിട്ട് യാതൊരു മെച്ചവുമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ നിന്റെ റിസ്ഖിന്റെ ബറക്കത്തിന്റെ വാതിലൊക്കെ തുറന്നു നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റണേ റബ്ബേ. വിദേശത്ത് ജോലി ചെയ്യുന്ന അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട്. അവരുടെ ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നവരാണ്. ദുന്യവിയും ഉഖറവിയുമായ പഠനത്തിനൊക്കെ പുരോഗതി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ നാട്ടിലും ഈ മഹല്ലത്തിലും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഈ സ്ഥാപനത്തിൽ എത്രയോ മക്കൾ പഠിക്കുന്നുണ്ട്. അല്ലാഹുവേ അവരെയൊക്കെ നീ നല്ല നല്ല അവസ്ഥയിൽ എത്തിക്കണേ റഹ്മാനെ. അവർക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്നവരുടെ ഉസ്താദുമാർക്ക് ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിലൊക്കെ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ഹിഫ്ളും ഹിമായത്തും നൽകണേ റഹ്മാനെ. എല്ലാറ്റിനും മുമ്പിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് സന്തോഷത്തോടെ മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ കുഞ്ഞുനാളെ തൊട്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ടാബ്ലിലേക്ക് എത്താത്തതിൻ്റെ പേരിൽ ഭക്ഷണം ഉരുളയാക്കി വായിൽ വെച്ച് തന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. അല്ലാഹുവേ അവരൊക്കെ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവയുടെ ഖബർ രക്ഷയുടെ കൂടാക്കണേ റഹ്മാനെ. അല്ലാഹുവേ രക്ഷയുടെ കൂടാക്കണേ റഹ്മാനെ. അല്ലാഹുവേ രക്ഷയുടെ കൂടാക്കണേ റഹ്മാനെ. സ്വന്തം മക്കൾക്ക് അവർ നല്ല ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അവർ നല്ല ഭക്ഷണം തന്നവരാണ്. ഞങ്ങളെ കാത്തിരുന്നവരാണ്. എത്രയോ സമയം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നവരാണ്. അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ പറഞ്ഞൊരു പ്രതിഫലം നൽകല്ല റഹ്മാനെ. അല്ലാഹു അതുപോലെ തന്നെ ഞങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തന്നു ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ മൂസ ഹാജി പാലക്കൽ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആണ്ട് ദിവസം. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. റഹ്മത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും രോഗികളുടെ റബ്ബേ ശിഫയാക്കണം റഹ്മാനെ. സലാമത്ത് നൽകണേ അല്ലാ. ഈ മാസത്തിന്റെ ഈ ദിവസത്തിന്റെ ഈ സമയത്തിന്റെ ഈ മജ്ലിസിന്റെ പുണ്യമായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കൾ കാരണം ഒരു മാതാപിതാക്കൾക്കും വേദന വരുത്തല്ലേ അല്ലാ. മാതാപിതാക്കളെ കാരണം ഒരു മക്കൾക്കും വേദന വരുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റബ്ബേ. ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തിവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികളുടെ ഹദ്റത്തിലേക്കും ഇതിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار. اسالك الجنه واعوذ بك من النار. أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. بفضل صلى الله على محمد. محمد صلى
الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.